ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ പഠിക്കുന്നത് ഡീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞ പവർഫുൾ ഫീച്ചറാണ്. അതായത് ഒരു അറേനെ നമുക്ക് അൺപാക്ക് ചെയ്ത് വാല്യൂസ് ആക്കി മാറ്റാം. അതുപോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് അൺപാക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് ആക്കി മാറ്റാം. അപ്പോൾ ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ഫീച്ചറാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കന്ന് ഡീസ്ട്രക്ചറിങ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. ഇത് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും കൂടാണ്. സോ നമുക്കൊരു അറേയുടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ എലിമെൻറ്റ്സ് 1, 2, 3, 4 വെച്ചിട്ടുണ്ട്. നമ്മളിതിനെ ഒന്ന് അൺപാക്ക് ചെയ്യുവാണ്. കുറച്ച് വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ n1, n2 എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ നംസ് എന്ന് പറഞ്ഞാൽ മതി. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കാം. 1, 2 എന്നുള്ളത് നമുക്ക് അൺപാക്ക് ചെയ്തെടുക്കാൻ പറ്റി ഈ നംസ് എന്ന് പറഞ്ഞാൽ അറിയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റിൽ ഇതുപോലെ തന്നെ നടക്കും. ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ ഒരു പേഴ്സൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഇതിനെ ഒന്ന് അൺപാക്ക് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടി മാത്രം എടുത്താൽ മതിയെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം. ഇവിടെ നമുക്ക് നെയിമും ജോബും മാത്രം മതി എന്ന് വിചാരിക്കുക. ആ നെയിമും ജോബും കർലി ബ്രാക്കറ്റിൽ കൊടുക്കുക. അതിനുശേഷം പേഴ്സൺ ഒബ്ജക്റ്റ് പറയുക. ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് കൺസോൾ ലോഗ് ചെയ്യാം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. അജിത് ഈസ ക്ലർക്ക് എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ നെയിം എന്നുള്ളത് മാറ്റി ഫസ്റ്റ് നെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഏലിയാസിങ് ഫീച്ചർ ഉണ്ട്. ഇവിടെ നമുക്ക് കോളൻ ഇട്ടിട്ട് ഫസ്റ്റ് നെയിം എന്ന് പറയാം. ഫസ്റ്റ് നെയിം എന്നുള്ള പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ടല്ലോ, സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ ഏലിയാസിങ്ങും പറ്റും.